ഇപ്പോൾ രജീഷ് അതിരപ്പള്ളി മെമ്പറാണ്. അദ്ദേഹം നമുക്ക് ടെലിഫോൺ ലൈനിൽ ചേർന്നുണ്ട്. ശ്രീ രജീഷ്, അങ്ങ് ആ പ്രദേശത്തുണ്ടെങ്കിൽ എന്താണ് സംഭവിച്ചതെന്നാണ് മനസ്സിലാവുന്നത്? സംഭവ സ്ഥലത്ത് നിലവിൽ ഞാനുണ്ട്. രണ്ട് കുടുംബമാണ് ഇന്നലെ വൈകിട്ട് ഒരു 7 മണിയോട് കൂടിയാണ് അവർ തേനെടുക്കാൻ വേണ്ടി പുഴ കടക്കുന്നതിന് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവർ ചെറിയ ടെന്റ് ചെയ്തിട്ടുണ്ട്. ആ ടെന്റിൽ അവരുടെ ഭക്ഷ്യവസ്തുക്കളൊക്കെ വെച്ചതിന് ശേഷം പുഴ കടന്ന് കാട്ടിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളിലാണ്. ആന കൂട്ടുണ്ടായിരുന്നതാണ് ഇവിടെ കൂടിൻ്റെ രക്ഷപ്പെട്ട് അവരുടെ കൂടെ ഉണ്ടായിരുന്നവർ പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് സതീഷ് എന്ന് പറഞ്ഞ ആളും അംബിക എന്ന് പറഞ്ഞ ആളും മരണപ്പെട്ടിട്ടുണ്ട്. രണ്ടുപേര് കൂടെ ഉണ്ടായിരുന്നവർ പുഴ നീന്തി രക്ഷപ്പെട്ടിട്ടുണ്ട്. ഹലോ ശ്രീ രജീഷ്, കേൾക്കാമെങ്കിൽ ഇത് കാട്ടാനാക്രമണം തന്നെയാണല്ലോ അല്ലേ? തീർച്ചയായിട്ടും ഈ അവരുടെ ഒരാളുടെ ഭാര്യയും ഒരാളുടെ ഭർത്താവുമാണ് മരണപ്പെട്ടിട്ടുള്ളത്. അവരിൽ നിന്ന് എടുത്തിട്ടുള്ള മൊഴിയാണ് ആന തന്നെയാണ് ആക്രമണം. പിന്നെ ഇവിടുത്തെ സ്ഥിതി കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം, ആന ടെന്റ് തകർത്തേണ്ട അരിയൊക്കെ വാരി വിതറിയിട്ടുണ്ട്. അപ്പൊ ആന തന്നെയാണ്, അല്ലാതെ വേറെ ആക്രമണമല്ല. ശ്രീ രജേഷ്, അവിടേക്ക് വനം വകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ എത്തിയിട്ടുണ്ടോ? മൃതദേഹം പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ? നിലവിലുണ്ട്. തുടങ്ങിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലൊരു പ്രതിഷേധ സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ടോ? ഇപ്പൊ നിലവിൽ പ്രതിഷേധ സാഹചര്യം ഒന്നും നിലനിൽക്കുന്നില്ല. നമ്മൾ അവരെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക, കൂടെ ഉണ്ടായിരുന്നവരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാന്നുള്ള ശ്രമമാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. റോഡിലേക്ക് കുറച്ച് ദൂരമുണ്ട്. അവിടുന്ന് സ്ട്രക്ചറിൽ ആംബുലൻസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടേക്ക് ബോഡിയും മറ്റു ആൾക്കാരെ നീക്കം ചെയ്യുന്ന ഒരു പരിപാടി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രീ രജേഷ്, അങ്ങ് പഞ്ചായത്ത് മെമ്പറാണ്. നമുക്കറിയാം, കഴിഞ്ഞ 48 മണിക്കൂറിടെ 3 മനുഷ്യർക്കാണ് ഈ കാട്ടാന ആക്രമണത്തെ തുടർന്ന് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഈ വിവരങ്ങൾ ഈ പഞ്ചായത്ത് തലത്തിൽ അധികൃതരിലേക്ക് എത്തിക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഈ അതിരപ്പള്ളി മേഖല ഇത്രയും ഒരു ഹോട്ട്സ്പോട്ടായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ പോലും ഈ കാട്ടുമൃഗങ്ങളുടെ ആക്രമണത്തിന്, പ്രത്യേകിച്ച് കാട്ടാനകളുടെ ആക്രമണത്തിന് തടയിടാൻ അധികൃതർ തയ്യാറാകാത്തത്? ശ്രീ രജേഷ്, കാട്ടാനാക്രമണത്തിന് ഒട്ടനവധി കാര്യങ്ങൾ വനംവകുപ്പ് ചെയ്യുന്നുള്ള ഫെൻസിങ് കാര്യങ്ങളാണ് ചെയ്യുന്നത്. അത് പോരാ. നമുക്ക് നിലവിൽ ഇപ്പൊ നമ്മൾ മുന്നോട്ട് വെച്ച, ഞാൻ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് കൂടിയാണ്, കളക്ടർ ചേംബറിൽ നടന്ന യോഗത്തിനും അടുത്ത് നമ്മൾ മുന്നോട്ട് വെച്ചുള്ള പ്രധാനപ്പെട്ട ആവശ്യം തദ്ദേശ സ്ഥാപനങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് മറ്റെല്ലാ വകുപ്പുകൾക്കകത്തും തദ്ദേശ സ്ഥാപനങ്ങൾ ചേർന്നുള്ള പദ്ധതി നടപ്പിലാക്കുന്നത്. വനം വകുപ്പിനകത്ത് മാത്രം അങ്ങനെ തദ്ദേശ സ്ഥാപനം ചേർത്ത് നിർത്തിയ ഒരു പരിപാടിയില്ല. അപ്പോൾ അത്തരത്തിലൊരു പുതിയ പരിപാടി, കൂടുതൽ വാച്ചർമാരെ നിയോഗിക്കണം, ആൾക്കാർക്ക് റെസ്ക്യൂ നൽകുന്നതിന് വേണ്ടി കൂടുതൽ ആൾക്കാരെ വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ പണം ഉപയോഗിച്ച്, ഇപ്പൊ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്തുകളെ പണം ഉപയോഗിച്ച്, ഇപ്പോൾ പണമില്ലാത്ത വകുപ്പ് പറയുന്നത് പണമില്ലാത്ത പ്രശ്നമാണല്ലോ. ആ പണമില്ലാത്ത പ്രശ്നം ഈ വകുപ്പുകളെ സംയോജിപ്പിച്ചുകൊണ്ട് RRTയും മറ്റു സംവിധാനങ്ങളും ഒരുക്കുന്നതിന് വേണ്ടി ഈ പണമില്ല എന്ന് നമ്മുടെ അധികാരികൾ പറയുമ്പോഴും ഈ ബജറ്റിലൊക്കെ നീക്കി വെക്കുന്ന കോടികൾ എവിടെ പോകുന്നു എന്നൊരു ചോദ്യം കൂടി അവിടെ പ്രസക്തമല്ലേ? മാഡം, നമ്മൾ ആ ഒരു ഓപ്പൺ ചർച്ചയിലേക്ക് ഇപ്പൊ ഈ നിൽക്കുന്ന വേദിയെ സംബന്ധിച്ച് എനിക്ക് ഒരു പ്രശ്നമുണ്ട്. അപ്പൊ നമുക്ക് സ്വാഭാവിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന രീതിയിൽ ഗ്രാമപഞ്ചായത്തിന്റെ പണം ഇതിനകത്ത് ഉപയോഗിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള നിയമം ഉപയോഗിച്ചുകൊണ്ട് ആ പണം ചെലവഴിക്കാനുള്ള കാര്യമാണ് എനിക്ക് പറയാൻ കഴിയുള്ളൂ. ആ പണം ചെലവഴിക്കാൻ ഗ്രാമപഞ്ചായത്ത് തയ്യാറാണ്. അതിനൊരു ഉത്തരവിറക്കാനും അതിന് പ്രൊസീഡിങ്സ് ഉണ്ടാക്കാനും കളക്ടർ ചേംബറിൽ നടന്ന യോഗത്തിനകത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശരി, വളരെയധികം നന്ദി ശ്രീ രജേഷ് പ്രതികരിച്ചതിന്. അദ്ദേഹം അതിരപ്പള്ളി പഞ്ചായത്ത് മെമ്പർ കൂടിയാണ്, പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്.